Hello SVN sir. Again welcome back to You Talk Inner Voice. നമ്മൾ ഡാർക്ക് സൈക്കോളജിയിലൂടെ പല വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ്. കൂടുതൽ ഈ സ്ത്രീ വിഷയങ്ങളാണ് നമ്മൾ എപ്പിസോഡുകൾ കുറച്ചായി സംസാരിക്കുന്നത്. ആളുകൾക്ക് അത് കേൾക്കാൻ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സ്ത്രീ വിഷയങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് ഓരോ എപ്പിസോഡുകളും ഇറക്കുകയാണ്. ഇപ്പോൾ സാറ് പറയാൻ പോകുന്ന വിഷയം, ഒരു പുരുഷനെ എങ്ങനെ ഒരു സ്ത്രീക്ക് അവൻ പോലും അറിയാതെ, അവളെ കുറ്റപ്പെടുത്താതെ ഒഴിവാക്കാൻ സാധിക്കും. അതിപ്പോൾ ഒരു കാമുകനെയാവാം, ഒരു സുഹൃത്തിനെയാവാം, ഒരു ബന്ധുവിനെയാവാം, ഇനി സഹോദരനെയാണെങ്കിൽ അങ്ങനെയും ആവാം. അപ്പോൾ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ഒരു പുരുഷനെ അവളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഇല്ലാത്ത വിധം ഒഴിവാക്കാൻ സാധിക്കുക? ഒരു സ്ത്രീ ഒരു പുരുഷനെ ഒഴിവാക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സ്ത്രീക്ക് എന്താ വേണ്ടത് അത് ഒരു പുരുഷന് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ പുരുഷൻ ഒരു വിരക്തനോ അല്ലെങ്കിൽ ആസക്തി കൂടിയ ഒരുത്തനായിരിക്കും. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ പണം കിട്ടിയിട്ട് അയാൾ ഒഴിവാക്കണം സ്ത്രീകളും ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ചോദ്യത്തിൽ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ, പണം കിട്ടിയിട്ട് എങ്ങനെ ആസിഡ് അറ്റാക്കൊന്നും വരാണ്ട്, ഇപ്പോൾ കൂടുതലും പുരുഷന്മാർ സ്ത്രീകളെ കൊല്ലണ പ്രവണത കൂടുതലും പേപ്പറിലെല്ലാവരും കാണുന്നുണ്ട്, ന്യൂസിലെല്ലാവരും കാണുന്നുണ്ട്. പറ്റിച്ചു പോയതും കൊണ്ടാണ്, അതിൻ്റെ ദേഷ്യം വന്നിട്ടാണ് എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അത് പറയണത്. ഒരു സെൽഫ് പ്രൊട്ടക്ഷനായിട്ട് സ്ത്രീകൾ ഇത് കണ്ടാൽ മതി. എന്തായാലും ഒരു പെണ്ണ് ഒരാണിനെ ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ പലതരം കോൺസിക്വൻസസ് നേരിടേണ്ടി വരില്ലേ? നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, ആസിഡ് മുഖത്തൊഴിക്കുന്നു, വെട്ടിക്കൊലപ്പെടുത്തുന്നു, റൂമെടുത്ത് തൂക്കിക്കൊല്ലുന്നു എന്നിങ്ങനെയൊക്കെ. അപ്പോൾ ഒരു ആണിനെ ഇത്തരത്തിൽ മൃഗീയനായ ക്രൂരനായ ഒരു സൈക്കോ ആക്കാൻ ഇങ്ങനെ പെട്ടെന്നുള്ള ഈ ഒരു ഒഴിവാക്കൽ കാരണമാകില്ലേ സാർ? അതൊരു സാമൂഹിക വിപത്തിലേക്ക് പോകില്ലേ? സ്ത്രീകൾക്ക് തന്നെയല്ലേ അതിൻ്റെ പ്രതിഫലനങ്ങൾ നേരിടേണ്ടി വരിക? അവരുടെ ജീവിതം തന്നെയല്ലേ താറുമാറാകുന്നത്? അപ്പോൾ എങ്ങനെയാണ് ഇതൊന്നും ഇല്ലാതെ തന്നെ വളരെ നൈസായിട്ട് സേഫായിട്ട് ഒരാണിനെ പെണ്ണിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കുക? ഇപ്പോൾ നിങ്ങൾക്ക് പുരുഷൻ്റെ നിന്ന് വേണ്ട പണം ഒക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ പുരുഷനോട് കൂടാൻ താല്പര്യമില്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ചെയ്യാവുന്നതാണ്. ഒന്നാമതായിട്ട് കാമുകൻ്റെ ശീലങ്ങൾ, അതായത് നിങ്ങളുടെ പുരുഷൻ്റെ ഹാബിറ്റ് എന്ത് തന്നെ ആയാലും അതിലെല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുക. ഇത്രയും കാലം മനുഷ്യൻ നല്ലത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇനി മെല്ലെ കുറ്റം പറയുന്നത് നല്ലത്. അപ്പോൾ ആ ശീലങ്ങൾ കാണുമ്പോൾ പല്ല് കടിക്കുക, ചുണ്ട് കൂട്ടിപ്പിടിക്കുക, ദേഷ്യം നിയന്ത്രിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ചെയ്ത് അഭിനയിക്കുന്നത് നന്നായിരിക്കും. പിന്നെ എന്തെങ്കിലും കാര്യം ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ കാമുകനും പുരുഷനോ ആയിട്ട് സംസാരിക്കുമ്പോൾ അയാൾക്ക് ഒട്ടും പരിചയമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കുക, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് സംസാരിപ്പിക്കുക. ഈ പരിചയമില്ലാത്ത വിഷയത്തെ പറ്റിയിട്ട് അത്യാവശ്യം ഇനി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും സംസാരിച്ച് പോകുന്നത് തന്നെയായിരിക്കും നല്ലത്. അതുപോലെ തന്നെ അയാളുടെ വല്ല കഴിവും ഉണ്ടെങ്കിൽ ആ കഴിവിനെ കുറ്റം പറയുകയാണ് ചെയ്യേണ്ടത്. കുറ്റം പറയാൻ നല്ലതാണ്. അത് എന്തായാലും പേഴ്സണലി ഇമോഷണലി എല്ലാവർക്കും ഹേർട്ടാവും. എനിക്കും ഹേർട്ടാവും. കഴിവിനെ പറ്റി കുറ്റം പറഞ്ഞാൽ എല്ലാവർക്കും ഹേർട്ടാവും. അതുപോലെ തന്നെ അയാളുടെ തലത്തിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് കമ്പയർ ചെയ്തിട്ട് അയാളുടെ കഴിവിനെ പറ്റിയിട്ട് താഴ്ത്തി പറയണത് ഒന്നും കൂടി എഫക്റ്റീവ് ആവും. അവിടെയൊക്കെ ഇമോഷണലി ഹേർട്ട് ചെയ്യാണ്. നിങ്ങൾ ഇത്രയും കാലം ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ് പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ഇമോഷണലി ഹേർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അടുത്തത് എന്താ വെച്ചാൽ അയാളുടെ അഹങ്കാരത്തെ ശമിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഒരു തവണ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടെ പറയുന്നത് നന്നായിരിക്കും എപ്പോഴും. പിന്നെ അടുത്ത എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, എന്തായാലും നിങ്ങൾ അയാളെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് തളർത്താൻ തുടങ്ങിയല്ലോ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തായാലും വിളിയും സംസാരവും ഒന്ന് കമ്മിയാവും. അപ്പോൾ ഈ ഗ്യാപ്പിൽ നിങ്ങൾ അയാളെക്കാൾ പൈസയും വിദ്യയും ജ്ഞാനവും എല്ലാം കൂടുതലുള്ള ആളുകളായിട്ട് ഒന്ന് സംസാരിക്കുകയും അവരായിട്ടൊന്ന് ഇടപഴകുകയും ചെയ്യണം നന്നായിരിക്കും. അത് പരമാവധി ഏതെങ്കിലും രീതിയിൽ അറിയാൻ ചാൻസ് ഉള്ള പോലെയോ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്.
എന്ന് വെച്ചിട്ട് മറ്റേ ആളായിട്ട് കൂടുതൽ ഇടപഴകണം എന്നല്ല, മറ്റേ ആളായിട്ട് സംസാരിച്ചു എന്നോ അല്ലെങ്കിൽ മറ്റേ ആളായിട്ട് സംസാരത്തിലായിരുന്നു എന്നോ അല്ലെങ്കിൽ അയാളായിട്ട് ഒരു ഡീലിലായിരുന്നു എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് നന്നായിരിക്കും. അപ്പൊ മറ്റേ ആളുടെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ആ പുരുഷൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് ചോദിക്കും. അപ്പൊ ചോദിക്കുമ്പോൾ എന്തായാലും എല്ലാത്തിനെക്കാട്ടിലും നിങ്ങളെക്കാട്ടിലും മേൽക്കോയ്മ അയാൾക്കുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പറച്ചിൽ അയാൾക്ക് തോന്നണം. പിന്നെ അടുത്ത എന്താ വെച്ചാൽ ഏത് സിറ്റുവേഷൻ വന്നാലും അയാളെ അവോയ്ഡ് ചെയ്യുക എല്ലാ കാര്യത്തിലും. ലേറ്റ് നൈറ്റ് ഒക്കെ അയാൾ കോൾ ചെയ്യുകയാണെങ്കിൽ കട്ട് ചെയ്യുക, എന്തെങ്കിലും കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ അതിന് മറുപടി കൊടുക്കാണ്ടിരിക്കുക, അങ്ങനെ അവോയ്ഡ് ചെയ്യുക. ഒന്നും മിണ്ടാണ്ടിരിക്കുക, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത എന്താ വെച്ചാൽ തൻ്റെ കാമുകൻ്റെയോ അതേ സ്വഭാവമുള്ള ആൾക്കാരെയോ കുറ്റം പറയുക. എല്ലാവരും ഒരേപോലെയാണ്, എല്ലാം നിന്റെ സ്വഭാവമാണ്, അവർക്കും ഒന്നും ശരിയില്ല, അങ്ങനെ താരതമ്യം ചെയ്തിട്ട് മറ്റാൾക്കാരെയും കുറ്റം പറയുക. അയാളുടെ സ്വഭാവത്തിലുള്ള മറ്റാൾക്കാരെയും കൂടി കുറ്റം പറയുക. അത്യാവശ്യം ഇത്രയൊക്കെ കാര്യമാകുമ്പോൾ തന്നെ അയാൾക്ക് കുറച്ച് ഫ്രസ്ട്രേഷനൊക്കെ വരും. ഇമോഷണലി ഒക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തതും കൊണ്ട് എന്തായാലും കുറച്ചും കൂടി ഒരു ബോണ്ടിങ് സൃഷ്ടിക്കാൻ അയാൾ എന്തായാലും ശ്രമിക്കുന്നവരാണ്. ഇതൊരു പുരുഷന്റെ ഒരു സ്വഭാവമാണ്. ഇങ്ങനെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് അവോയ്ഡ് ചെയ്യപ്പെടുന്നു പറയുന്നത് എല്ലാ പുരുഷന്മാരും സ്വാഭാവികമായിട്ടും ചെയ്യണ ഒരു കാര്യമാണ്. അയാൾ ഇനി സംഭവിക്കാൻ വരുമ്പോൾ അയാൾ ഇതിനു മുമ്പ് പ്രയോഗിച്ച സംഭോഗ രീതിയെ നിങ്ങൾ പരമാവധി അവഗണിക്കുകയാണ് അവിടെ വേണ്ടത്. ഈ അവോയ്ഡ് ചെയ്ത് കഴിയുമ്പോൾ അയാൾ എന്തായാലും ഒന്ന് ചുംബിക്കാൻ വരികയാണെങ്കിൽ വായ നാറണു എന്ന് പറഞ്ഞിട്ട് അകറ്റി നിർത്തുക. അതൊക്കെ ഭയങ്കര ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്ത് ഇൻസൾട്ട് ചെയ്യണ രീതിയാണ്. അതുകൊണ്ട് ആ രീതി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഏതെങ്കിലും സന്ദർഭത്തിൽ നിങ്ങളുടെ ജഗനഭാഗം തൊടാൻ വരികയാണെങ്കിൽ അത് ഒട്ടും സമ്മതിക്കരുത്, എന്തൊക്കെ കാരണവശാലും. അത് ആൾറെഡി എന്തായാലും സമ്മതിക്കില്ല, അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഒട്ടും സമ്മതിക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് അയാളുടെ പല്ലുകൊണ്ട് നിങ്ങളുടെ ശരീരത്തെ എന്തെങ്കിലും പാടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി കാണുമ്പോൾ അയാളുടെ മുന്നിൽ വെച്ചിട്ട് ആ ഇഷ്ടക്കേട് എപ്പോഴും നിങ്ങൾ കാണിക്കുന്നതും നന്നായിരിക്കും. നിങ്ങളെ പുണരുമ്പോൾ അയാളോട് ചേർന്ന് അമരാതെ ഇരിക്കുക. ആൾറെഡി ഇത് നിങ്ങളൊന്നും ചെയ്യുന്നില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കണമെന്ന് മാത്രം. ഇത്രയൊക്കെ ചെയ്തിട്ടും അയാൾ ഒരു പിടുത്തം വിടുന്നില്ലെങ്കിൽ, പിടി വിടുന്നില്ലെങ്കിൽ, നിങ്ങളെ കൂടുതലും അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഇനി വല്ല സംഭോഗ രീതി വരികയാണെങ്കിൽ അനങ്ങാണ്ട് കിടക്കുക, ഒരു അനക്കവും പാടില്ല. ഒപ്പം തന്നെ എന്തെങ്കിലും ചോദിച്ച് അയാളെ സംസാരിപ്പിച്ചിട്ട് മൂഡ് നശിപ്പിക്കുകയാണ് അവിടെ ചെയ്യേണ്ടത്. സംഭോഗ രീതി കഴിഞ്ഞിട്ടും അയാൾ തളർന്ന് കിടക്കുകയാണെങ്കിൽ എന്നെ ഇനിയും ഭോഗിക്കണം പറഞ്ഞിട്ട് അയാളെ നിർബന്ധിപ്പിച്ചിട്ട് തന്നെ ചെയ്യുക. എന്നിട്ട് അയാളുടെ അവയവത്തിനെ പറ്റിയിട്ട് ഒന്ന് കുറ്റം പറയുകയാണെങ്കിൽ അയാൾ ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അവിടെ വേണിച്ചൊരു പ്രൊവോക്കേഷൻ വരികയായിരിക്കും, പക്ഷെ അത് നിങ്ങൾ മാനേജ് ചെയ്യണം. അത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. കൂടുതലും പ്രൊവോക്കേഷൻ വരില്ല. കാരണം ആണായാലും പെണ്ണായാലും അവരുടെ അവയവത്തിനെ പറ്റി കുറ്റം പറയുമ്പോൾ അവരെന്തായാലും ചൂടാവും വരില്ല. അവരെന്തായാലും ഒന്ന് ചുരുങ്ങി പോവുകയുള്ളൂ. അത് എല്ലാവർക്കും വിഷമാവും, ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അപ്പോൾ അത് പറയുന്നത് നന്നായിരിക്കും. മെയിനായിട്ട് ബോഡി ഷെയ്മിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് കളിയാക്കല്ല വേണ്ടത്, ബോഡി ഷെയ്മിലൂടെ ഇൻസൾട്ട് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ കല്യാണമൊന്നും കഴിയാത്ത ഒരാളുണ്ടെങ്കിൽ ഒരു ടീനേജ് പ്രായത്തിലുള്ള ഒരു ബോയ് ഓട്ടോമാറ്റിക്കലി അറിയാണ്ട് ലേഡീൻ്റെ ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയിട്ട് കളിയാക്കും. അതെന്തോ കോമഡിയാണ് പറഞ്ഞിട്ടാണ് മിക്കവരും ചെയ്യണത്. പക്ഷെ